സുഹൃത്തുക്കളെ 99 കൊണ്ടുവന്നിരിക്കുന്നു ഞാൻ. അപ്പോൾ നമുക്ക് ഈ കടയിൽ നമുക്ക് 100 സാധനം കൊടുക്കാനുള്ള 100 രൂപ കൊടുക്കാനുള്ള ഇതില്ല. ഈ വാട്സപ്പിൽ ആരൊക്കെയാണ്? 40 രൂപയ്ക്ക് ഒരു കുന്തവും കിട്ടില്ല. ഇത് മേടിച്ചിട്ട് എന്തോ പണിയാണ്. 40 രൂപയ്ക്ക് സാധനം കിട്ടുമോ? അയ്യേ, ഞാൻ എന്തിനാ ഫിഷിംഗ് ലീഡ് സാധനങ്ങൾ ഏലിയൻ കിറ്റ് സെറ്റ് ആയില്ലേ? എന്തിനാ? അയ്യോ, ഇങ്ങോട്ടൊക്കെ കയറാം. ഫുട്ബോൾ കളിക്കാം. കയറണമത്തെ ബാടാ, നമുക്ക് രണ്ടുപേർക്കും കണ്ടോടാ, ആരും വരത്തില്ലടാ. ഒറ്റയ്ക്ക് പോവാനോ? അയ്യോ, ഞാനും പോയി. വേറെ ഏതോ കൊച്ചിട്ട് പോയി. അയ്യോ, അവരൊക്കെ എന്തെങ്കിലും ചെയ്യട്ടെ. നമുക്ക് പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് ബണ്ണി ഫുഡ്സ് എടുത്തിട്ട് ബാക്കി പരിപാടി നമുക്ക് ആരും എൻ്റെ ഹാർട്ടൊക്കെ അടിച്ച് കുറയ്ക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. എന്നാൽ അത് പറഞ്ഞില്ലല്ലോ, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ അതിന് മുമ്പേ വേറെ അത് ചാടി കൊത്തും കൂടെ. ഇത് ബുള്ളറ്റ് ട്രെയിന് വന്നില്ല, അതിന് മുമ്പ് ഉള്ള ഐറ്റംസ് ഒക്കെ പണിഞ്ഞു മേടിച്ചു. ആള് കൊള്ളാമല്ലോ. കടന്നിരിക്കുവോ മനസ്സിൽ? ഇത് പെങ്കൊച്ച് പിന്നെ ഇപ്പൊ തരാം. നീ അയ്യോ, ഞാൻ എന്തിനാ കൊടുത്തേ? തെറ്റിപ്പോയല്ലോ, സ്വിച്ച് മാറി കൊടുത്തല്ലോ. വണ്ടാരം. നീ ആ കൊച്ചിന് എൻ്റെ ഫ്രണ്ടായിരുന്നു. ഈ പരിപാടിയില്ല. ശരി, അങ്ങനെ റിക്വസ്റ്റ് ആക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് റിക്വസ്റ്റ് ആക്കിയത്. എനിക്കത് വേണം. ഗോ എന്നെ പറ്റിച്ച് ഇവള്. എന്താടാ എന്നെ ഇങ്ങനെ ആക്കി നടക്കുന്നേ? അയ്യോ, പനല്ല, നീ എന്നെ കൊല്ലം കയറി കടിച്ചാലേ എൻ്റെ ചെവി അടിച്ചാൽ കയറി. ബണ്ണി ഫുഡ് കളക്ട് ചെയ്ത് ഇനി എന്ത് പരിപാടി? അയ്യോ, ഇതെന്നാ ഫോണത്തിന് കേട്ടു. അവർ തീ ഉണ്ടാക്കുവോ ഇല്ലയോ എന്താ വേണം ചെയ്യട്ടെ. ഞാൻ ഇത് മെന്തേ ഇല്ല. തീയുടെ പരിപാടിയിലേ കൈകൊള്ളുന്നില്ല. അത് നമ്മുടെ സ്വന്തം തീരുമാനം വെച്ചാണ് ഞാൻ പറയുന്നത്. നാക്കിൽ തിരിയുന്നിരിക്കാൻ സ്ലൈഡിൻ്റെ ഒക്കെ ബാക്കി പീസും തീടാ. ഓ, മാപ്പ് ഞാൻ വലുതാക്കിയില്ലല്ലോ, വേറെ കാര്യമാണല്ലോ. അമ്മരെ തീ തേങ്ങ കൊലയുടെ ഓയിൽ ക്യാനുണ്ട്. അയ്യോ, ക്യാമ്പ് ഫയർ കത്തി വെച്ച് തീപ്പാണയും തീയാണെന്ന് നമുക്ക് തീയാണെന്ന് കാത്തിരിക്കാം. ധൈര്യം പിന്നെ എവിടെ ഇരുന്ന് ചുമ്മാ ചോദിക്കും. തീയാണേ ആരും കൊച്ചുള്ളൂ കളിക്ക്. പണ്ടാരം ഇങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെ കൊച്ചെൻ്റെ ഒന്നും ഇല്ല. വേൾഡ് ഞാൻ കളിക്കാം. കൂടാ സാധനം ഇറക്കി വെച്ചിട്ട് പണ്ടാരം. ഫൈറ്റർ പീരീഡായോ? ആരോ ഏത് കിപ്പിയുടെ പീരീഡായോ? എടാ, എന്തുവാണോ? ആദ്യത്തെ ദിവസം അയാളൊന്നും പിടിക്കത്തില്ലെന്നല്ലേ പറയുന്നത്. ഇതാ റൈഫിൾ കിട്ടണോ? പേടിക്കണം.
റൈഫിലൊക്കെ കിട്ടിയ ഞാൻ ആരാമോ അറിഞ്ഞും പുറിഞ്ഞും മുടിക്കും. എന്റെ പൊന്നെ ഉള്ളി എനിക്കൊരു ഓർഡറോ സുഹൃത്തുക്കളെ. വീഡിയോയിൽ ആ രാസത്തിനെ കാണിക്കാൻ പറ്റിയില്ലേ? വേണ്ട, അങ്ങനത്തെ ആക്രമണം വരുമല്ലോ, അപ്പം ഇവന് പണിയിട്ട് കൊടുക്കാം. പിന്നെ പെട്ടെന്ന് രാവിലെ ആയാൽ മതിയായിരുന്നു. ഈ പെങ്കൊച്ച് അത് മാത്രമേ പണി വെച്ചിട്ടുള്ളൂ. എൻ്റെ പൊന്നെ, ആ കൊച്ചു ഉറങ്ങിപ്പോയെങ്കിൽ ഞാൻ ഒറ്റയ്ക്കോ? പിന്നെ ഒറ്റയ്ക്ക് കളിച്ചാൽ മതി. പെങ്കൊച്ചിൻ്റെ കൂടെ കളിക്കുന്നു പണിയില്ലേ? പ്രോ പ്ലെയർ 1000 ഡേ നിൽക്കുന്നു. ഈ മണ്ണി കിടന്നവനെ രക്ഷിക്കുന്ന എങ്ങനെയാടാ? ഓടിക്കോ. ഒന്നാമത്തെ ഡേ ക്ലിയറായി. എന്നാലും 2 അല്ലേ? കറക്റ്റാ. നമ്മൾ പ്രോയാണ്. എന്നാ എൻ്റെ സഞ്ജി സഞ്ജിയായേ. എൻ്റെ പൊന്നെ, ഈ ദിവസത്തിൽ എന്തോ കിട്ടും. കുറച്ച് എന്തോ ഓപ്പൺ ചെയ്യാം. ഞാനും ഓപ്പൺ ചെയ്യട്ടെ, എന്തോ കിട്ടുന്നത് നോക്കട്ടെ. യുവർ അങ്ക്രി തീർന്ന് മര്യാദയ്ക്ക് അറിഞ്ഞ് ഞാൻ പറ്റിക്കുന്നു നിന്നെ. പേയ്മെന്റ് യുവർ അങ്ക്രി. ഡി ആ സാധനം എനിക്ക് വേണം. ടോർച്ചൊക്കെ വെള്ളത്തിട്ട്. എടാ, എനിക്ക് ഫുഡില്ല, ഞാനിപ്പോൾ തീരും. നീ നിന്നെ കൊന്നിട്ടാണെങ്കിൽ ഞാൻ ഫുഡ് എടുക്കണം. പന ചാവടാ. അയ്യോ, യുവർ ഹംഗ്രി, ഞാനിപ്പോൾ തീരും. ഇത്രയും നോബോ? ഞാനോ? വിഷയം അതേ പണ്ടില്ല. എനിക്കൊന്ന് മിക്ക 2 പാർട്ടിട്ട് എടുക്കണമെന്ന് തോന്നുന്നു. എനിക്ക് ആകെ 15 മിനിറ്റ് നിങ്ങനെ നോക്കത്തുള്ളൂ. ഞാൻ ആകെ 2 പേര് നിന്നിട്ടുള്ളൂ. ഇത്രയും നോബാണെങ്കിൽ എന്തോ കളിക്കും. ഇവനെ രക്ഷിക്കണം ബ്രോ. ആണല്ലേ? ഒടിഞ്ഞ അറ്റാക്കിങ് ആവോ? കുട്ടീനെ രക്ഷിക്കണം. ഒന്നാമത് എൻ്റെ ഈ ടൂളില്ല. അപ്പോഴേ പറഞ്ഞ എനിക്കൊരു ടൂൾ പഠിക്കണം. എന്തോ കിട്ടും എനിക്കൊരു. നമുക്ക് മേളിൽ പോയി പെട്ടി ഇറന്നിട്ട്. സുഹൃത്തുക്കളെ, തെന്നി അടിച്ചപ്പോഴേ തേഞ്ഞെന്ന് പറഞ്ഞാൽ അതൊരു തേമ്പിയില്ല. 2 എണ്ണം പിടിച്ച് എന്നെ അടിച്ച്. പണ്ടാരം ഇത്രയും നൂബ് എന്ന് പറഞ്ഞു. പെങ്കൊച്ചെന്ന് പറഞ്ഞ ഈ ബാൻഡേജ് അതവിടെ നിന്ന് കഴിക്കട്ടേ. എന്തുവാണോ ഞാൻ തേഞ്ഞ്. സുഹൃത്തുക്കളെ, കൊച്ചു വന്ന്. താങ്ക് യു. സത്യം പറഞ്ഞാലോ, എൻ്റെ കയ്യിൽ മെഷീനും ഇല്ല. യോ തൂടത് രാത്രി 100 സ്റ്റീൽ ഏപ്രിലൂടെ എല്ലാം കളിച്ചാൽ അടുത്തൊരു വീഡിയോ കൊണ്ടുവരും. കണ്ടോ, ഈ 3 ഡേ ഒക്കെ ഞാൻ കൊണ്ടുപോകും. സുഹൃത്തുക്കളെ, ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന പുതിയൊരു കളി കൊണ്ട് 50 days എന്ന് പറഞ്ഞൊരു തിമിംഗലിൻ്റെ ഞാനങ്ങനെ പൂർത്തിയാക്കിയ ഗെയിമാണ്. അതും ഒറ്റയ്ക്ക് 2 എണ്ണം ഉണ്ടായിരുന്ന 2 പേര് നൂബ. ആദ്യത്തെ ദിവസത്തിലേ കടിച്ച് ഇറങ്ങി ചത്തുപോയി. ബാൻഡേജ് ഇല്ലാതെ ഞാൻ അമ്മമാരെ എവിടെ കൊണ്ട് കുത്തിക്കേറ്റി വെച്ച്. ഒടിവി എന്തോ ചെയ്ത് അമ്മമാരുടെ പാട്ടിന് അമ്മമാർ കയറി.
അവന്മാർ തീർത്തപ്പോൾ എനിക്ക് സന്തോഷമായി. സുഹൃത്തുക്കളെ ആ ഐറ്റം പെട്ടു. ഈ കളി നൂബാണ്, എനിക്കിഷ്ടമല്ല പന കളി. ഇത്രയും നൂബാന്ന് പറയുന്നില്ലല്ലോ ഞാൻ. ഈ ഫുഡില്ല, എന്തൊരു കളി ഈ കളി. ചുമ്മാ പരിപാടി കാണിച്ച കളിയായിപ്പോയി. പെങ്കൊച്ചു കൊണ്ടൊരു പെങ്കൊച്ചിൻ്റെ പോലെ കളിക്കാനും കൊള്ളത്തില്ല. ഇത് നോബാണോ പോലും കൊച്ചു. വീട്ടിൽ കയറിയിട്ട് എന്തോ ചെയ്യാനാണ്. ഈ പെട്ടി ഓപ്പൺ ചെയ്തിട്ട് വല്ല ഞാനൊന്നും പറയുന്നില്ല. ഈ പുതിയ ഐറ്റം തന്നിരിക്കുന്നു. വിഷയത്തെ സാധനം എന്ന് പറഞ്ഞ നാശിച്ച കളി. ഒടക്കുഴലൂത് കണ്ണ. ഈ ജയിൽ ട്രാപ്പ് എവിടെയാടാ? തേമി എൻ്റെ ലൈറ്റ് ഉണ്ടോ? കുഴപ്പമില്ല. ലൈറ്റ് ആര് പുറകെ വന്നാലും രസിച്ചോ ഇവർ അങ്കുറി പണ്ടാരം. ഈ പാട്ട് സാധനം ഉള്ളൂ. ഈ ഇത്രയും നൂമ്പ് കളി, ഇത്രയും പന്ന പാട്ട ഗെയിം കളി ഇല്ല. കളി വരുന്നെനി ചത്താലും കുഴപ്പമില്ല. തേഞ്ഞ് മാത്രമേ ഉള്ളൂ. തേഞ്ഞും പീഞ്ഞൊന്നുമില്ല. ഒരു കുന്തോ ഇല്ല, എന്തോ ഇനി കളിക്കുവോ, ചാകുവോ? എനിക്കിഷ്ടമായി. ഞാൻ ചാവാൻ പോവാ. കുറുക്കൻ്റെ മൂട്ടി തൈരുണ്ട് ഈ മുമ്പിൽ ഒന്ന് കൊല്ല. ചാവും, ചത്ത്. ഞാൻ എന്തിനാ വല്ലവന്മാരുടെ നടി വാങ്ങി കൊല്ലുന്നേ? നമ്മൾ റീലാട്ട് ചാവണം. പെട്ടിയും കിട്ടിയൊന്നും വേണ്ട. ചുമ്മാ ഞാൻ വിചാരിച്ചത് കളി കയറിയപ്പോഴേ വിചാരിച്ചു ഞാൻ ഇടയും കൂട്ടി പോയേനെ. താക്കോല് വേണോ? താക്കോല് വെച്ച് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ? ഞാൻ ചാവാൻ പോകും. ചാവാൻ പോകും. വിഷമമൊന്നുമില്ലല്ലോ. 2 ഡേ സ്കിപ്പ് ചെയ്യും. 5 ഡേ ഈ നൂബ് കളി എൻ്റെ ചീറി കളിച്ചിട്ടില്ലേ? പാട്ട കളി ചാവടാ. എൻ്റെ ധൈര്യം വെച്ചാണ് ഞാൻ ധൈര്യമുള്ളവനാണ്. അടുത്ത കളി ഉണ്ടെങ്കിൽ കൊണ്ടുവരും. ഞാനിത് കണ്ടോ, അടുത്ത കളിയും കൊണ്ട് ഞാൻ വരും. ഈ പണിങ്ങി ഞാൻ വെച്ച് തരും. അടുത്ത കളി കൊണ്ടുവരുന്ന മുമ്പായിരിക്കും കോയ്സ്. ഈ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് വേണമെങ്കിൽ ചെയ്യാം. കാരണം ഇത്രയും നൂബ് കളി എന്ന് പറഞ്ഞ സാധനം കണ്ടിട്ടുപോലും. ഈ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തു. എല്ലാവർക്കും ബൈ.